അപ്പോൾ ഈ ദ്രവ്യത്തെയും ഊർജത്തെയും രൂപപ്പെടുത്തിയിട്ട് പ്രജാപതി സങ്കല്പിക്കുകയാണ്, ഇവ രണ്ടും എനിക്ക് ധാരാളം പ്രജകളെ ഉണ്ടാക്കും. ഏതാ പ്രജ? സ്ഥാവരങ്ങളും ജംഗമങ്ങളുമായ മുഴുവൻ, എന്ത് ജനിക്കുന്നുണ്ടോ, എന്ത് ആവിർഭവിക്കുന്നുണ്ടോ അത് മുഴുവൻ ഈ രൈപ്രാണങ്ങൾ ചേർന്നതാണ്. ഇത്രയുള്ള ഉപദേശം. ഇത്രയേ ഉള്ളൂ. അപ്പൊ പിന്നെ ബാക്കിയൊക്കെ ഇതിനെ വിശദീകരിക്കുകയാണ്. പല രീതിയിൽ രൈപ്രാണങ്ങളെ അപഗ്രഥിക്കാൻ പഠിപ്പിക്കുകയാണ്. ഇവ ആപേക്ഷികമാണെന്ന് ബോധിപ്പിക്കുകയാണ് ഉദ്ദേശിച്ചത്. ഉദാഹരണം പറഞ്ഞാൽ, രയ്യെ നമ്മൾ അന്നമായിട്ട് എടുത്തെന്ന് വിചാരിച്ചു എങ്കിൽ പ്രാണനെ അത്താവായിട്ട് എടുക്കണം, കഴിക്കുന്നവനായിട്ട്. രയ്യെ നമ്മൾ രാത്രിയായിട്ട് എടുത്താൽ പ്രാണനെ പകലായിട്ട് എടുക്കണം. രയ്യെ നമ്മൾ ചന്ദ്രനായിട്ട് എടുത്താൽ പ്രാണനെ സൂര്യനായിട്ട് എടുക്കണം. രയ്യെ ദക്ഷിണായനമായിട്ട് എടുത്താൽ പ്രാണനെ ഉത്തരായണമായിട്ട് എടുക്കണം. രയ്യെ കൃഷ്ണപക്ഷമായിട്ട് എടുത്താൽ പ്രാണനെ ശുക്ലപക്ഷമായിട്ട് എടുക്കണം. എന്ന് വെച്ചാൽ രയ് രാത്രിയാണ്, ദക്ഷിണായനമാണ്, കൃഷ്ണപക്ഷമാണ് എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം, ചന്ദ്രനാണെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ആപേക്ഷികമായ രണ്ടെണ്ണത്തെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഈ പദങ്ങൾ ഉപയോഗിക്കുകയാണ്. അപ്പൊ രയ്യും പ്രാണനും ആപേക്ഷികമാണ് എന്ന് ബോധിപ്പിക്കുകയാണ് ആചാര്യന്റെ ലക്ഷ്യം. ആ കാഴ്ചപ്പാട് നമുക്ക് നല്ലപോലെ ഉണ്ടാവണം. ഏതായാലും ഇവിടെ അനേകം പ്രകാരം ഈ ആശയം ഉപദേശിക്കാൻ പോകുന്നുണ്ട്. നോക്കൂ, ഏതായാലും ഈ പ്രാണങ്ങൾ തനിക്ക് ധാരാളം പ്രജകളെ ഉണ്ടാക്കും എന്ന് സങ്കല്പിച്ചു. എന്നിട്ട് പറയുകയാണ്, ആദിത്യോഹ വൈ പ്രാണോ രൈരേവ ചന്ദ്രമാ രയിർവാ ഏതത് സർവം യന്മൂർത്തം ച മൂർത്തം ച തസ്മാൻ മൂർത്തിരേവ രൈഹി. അവിടെ രയ്യെയും പ്രാണനെയും അതേക്കുറിച്ച് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കാൻ വേണ്ടിയിട്ട് പല ദൃഷ്ടികളിലൂടെ അവയെ ഉപദേശിക്കുകയാണ്. നോക്കൂ, ആദിത്യോഹ വൈ പ്രാണോ രയിരേവ ചന്ദ്രമാ രയിർവാ ഏതത് സർവം യന്മൂർത്തം ച മൂർത്തം ച തസ്മാൻ മൂർത്തിരേവ രൈഹി. അവരുടെ ഛേദം പറയാം. ആദിത്യ ഹ വൈ പ്രാണ രൈഹി ഏവ ചന്ദ്രമാ രൈഹി വൈ ഏതത് സർവം യത് മൂർത്തം ച അമൂർത്തം ച തസ്മാത് മൂർത്തിഃ ഏവ രൈഹി. നോക്കൂ, ആദിത്യോഹ വൈ പ്രാണോ രയിരേവ ചന്ദ്രമാ രയിർവാ ഏതത് സർവം യന്മൂർത്തം ച മൂർത്തം ച തസ്മാൻ മൂർത്തിരേവ രൈഹി. ആദിത്യോഹ വൈ പ്രാണ വൈ, നിശ്ചയമായും ഒരു സംശയവുമില്ല, ആദിത്യ പ്രാണ, ആദിത്യൻ സൂര്യൻ പ്രാണനാകുന്നു. സൂര്യൻ പ്രാണനാണോ? സൂര്യൻ പ്രാണൻ. എന്നാൽ ഇവിടെ പറഞ്ഞത് ആദിത്യനെ കാണുമ്പോൾ ഇത് പ്രാണനാണ്, ഇത് ഊർജത്തിന്റെ മുഴുവൻ ആകലമാണ്, സ്രോതസ്, ഭാവമാണ്.
അതുകൊണ്ട് ആദിത്യനെ ചൂണ്ടിയിട്ട് പറയുകയാണ് ഇത് പ്രാണനാണ്. സത്യത്തിൽ ആദിത്യൻ പ്രാണനല്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം. പ്രാണന്റെ ശക്തിയുടെ ഊർജത്തിന്റെ ഒരു മഹാസ്രോതസ്സായിട്ട് നമ്മൾ നമ്മുടെ മുമ്പിൽ കാണുന്നത് ആദിത്യനെ. നമ്മെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഊർജ സ്രോതസ് ആദിത്യനാണ്. നമ്മെ സംബന്ധിച്ച് ആദിത്യനേക്കാൾ വലുതുണ്ടോ? അന്വേഷിച്ചോട്ടെ ശാസ്ത്രജ്ഞന്മാർ, നമുക്ക് പ്രശ്നമില്ല. നമ്മെ സംബന്ധിച്ച് ആദിത്യനാണ്. ഈ സൗരയൂഥത്തിൽ നമ്മൾ കഴിയുന്ന കാലത്തോളം ആദിത്യനാണ് നമ്മുടെ പ്രഥമ ശക്തി സ്രോതസ്. അതുകൊണ്ട് ആദിത്യനിൽ ഋഷി പ്രാണനെ കണ്ടു. അവിടെ വാച്യാർത്ഥം എടുക്കരുത്. വാച്യാർത്ഥം എടുത്താൽ ആദിത്യൻ പ്രാണനാണെന്ന് വരും. അങ്ങനെയല്ല. എന്നാൽ ആദിത്യൻ പ്രാണനാണെന്നാണ്. ആദിത്യോഹ വൈ പ്രാണോ രയിരേവ ചന്ദ്രമാ. രയി നിശ്ചയമായും ചന്ദ്രമാ, ചന്ദ്രനാണ്. അപ്പൊ ചന്ദ്രനാണ് രയിന്നാരും മനസ്സിലാക്കട്ടെ. അങ്ങനെയല്ല. ചന്ദ്രനിലൂടെ ദ്രവ്യമായതിനെ കാണുന്നു, ആദിത്യനിലൂടെ ഊർജമായതിനെ കാണുന്നു. ദ്രവ്യാത്മകമായിട്ട് ചന്ദ്രനെയും ഊർജാത്മകമായിട്ട് സൂര്യനെയും നോക്കി കാണുകയാണ് ഋഷി. ആ ദർശനത്തെ പൂർണ്ണമായിട്ട് വാച്യാർത്ഥത്തിലെടുക്കരുത്, താത്പര്യം എടുക്കണം. അപ്പോ ആദിത്യൻ പ്രാണനാണ്, ചന്ദ്രൻ രയിയാണ്. ശ്രദ്ധിക്കുക. രയിർവാ ഏതത് സർവം. ഏതത് സർവം, ഇത് എന്ന് പറയുന്ന എല്ലാം രയിയാണ്. നമ്മൾ എന്തിനാ ഇത് എന്ന് പറയുക? ഇത് എന്ന് പറയുക നമ്മളാൽ കാണപ്പെടുന്ന, അനുഭവിക്കപ്പെടുന്ന, കേൾക്കപ്പെടുന്ന, രുചിക്കപ്പെടുന്ന, മണക്കപ്പെടുന്ന, സ്പർശിക്കപ്പെടുന്ന, ഏറ്റവും ശൂന്യ ഭാഷയിൽ പറഞ്ഞാൽ നമ്മളാൽ അനുഭവിക്കപ്പെടുന്ന. ഇവിടെ സൂര്യനെ പ്രാണനായും ചന്ദ്രനെ രയിയായും, അഥവാ യഥാക്രമം ഊർജവും ദ്രവ്യവുമായി പറഞ്ഞ ശേഷം രയിർവായ ഏതത് സർവം എന്നാണ് പറയുന്നത്. ഇതെല്ലാം രയിയാണ്. ഇത് എന്ന് നമ്മളാൽ മനസ്സിലാക്കപ്പെടുന്ന, നമ്മളാൽ അനുഭവിക്കപ്പെടുന്ന, നമ്മളാൽ ദർശിക്കപ്പെടുന്ന സകലത്തെയും ചൂണ്ടിയിട്ട് പറയാൻ ഒക്കെ ദ്രവ്യമാണ്. രയിർവായ നമ്മൾ ഈ കാണുന്ന വസ്തുക്കളൊക്കെ രയിയാണ്. എല്ലാം ദ്രവ്യം. ആ രയി എന്ന് നമ്മൾ കാണുന്നത് പ്രാണനുണ്ട്, പക്ഷെ പ്രാണൻ നമ്മൾ കാണുന്നില്ല. രയിയുടെ സ്പന്ദനങ്ങളെ കൊണ്ടും ചലനങ്ങളെ കൊണ്ടും പ്രാണൻ നമ്മൾ ഊഹിച്ചു നോക്കും. രയിയുടെ സ്പന്ദനങ്ങളെ കൊണ്ടും ചലനങ്ങളെ കൊണ്ടും നമ്മൾ പ്രാണനെ ഊഹിച്ചു മനസ്സിലാക്കും. അല്ലാതെ പ്രാണൻ നമ്മൾ കാണുന്നില്ല. കാണുന്നതൊക്കെ രയിയാണ്, ദ്രവ്യമാണ്, എല്ലാം ദ്രവ്യമാണ്. അപ്പൊ കാണുന്നതിനപ്പുറത്തേക്ക് പോകാത്തവർ എപ്പോഴും ദ്രവ്യവാദികളായിരിക്കും, മെറ്റീരിയലിസ്റ്റുകളായിരിക്കും. കാണുന്നത് മാത്രം സത്യം എന്ന് കരുതുന്നവർ എപ്പോഴും മെറ്റീരിയലിസം ആയിരിക്കും മുൻനിർത്തുന്നത്. കാണുന്നതിനപ്പുറത്തേക്ക് ചിന്തിക്കുമ്പോൾ നമ്മൾ ദ്രവ്യവാദത്തെ അതിക്രമിക്കും. അതുകൊണ്ട് ഇതം സർവം ദ്രവ്യം, ഇതെല്ലാം ദ്രവ്യമാണ്. മൂർത്തിഭാവത്തിൽ വന്നതും അല്ലാത്തതും. എന്താ മൂർത്തിഭാവത്തിൽ വന്നിട്ട് ഇല്ലാത്തതും രയിയാണെന്ന് പറയുന്നത്?
നോക്കൂ, ഒരാൾ പറഞ്ഞു, എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു, കുറച്ച് വെള്ളം കൊണ്ടുവരും. ഉടനെ മറ്റേ ആൾ ഒരു പാത്രത്തിൽ ഒരു ടംബ്ലറിൽ വെള്ളം കൊണ്ടുവരും. എന്നോട് ഞാൻ ടംബ്ലർ എടുത്താൽ പാത്രം എടുത്താൽ എന്നല്ല പറഞ്ഞത്, ഇതിനകത്ത് വെള്ളം കൊണ്ടുവരാനേ. അവിടെ വെള്ളത്തെ ഒരു പാത്രവിശേഷത്തിലല്ലാതെ കൊണ്ടുവരാൻ സാധിക്കില്ല. ശരി, അതിന് വെള്ളം എന്നുള്ളതിന് രൂപമുണ്ട്, പക്ഷെ ആകൃതിയില്ല. ഏത് പാത്രത്തിലാണ് അത് ഉള്ളത് ആ ആകൃതിയായിട്ട് നമുക്ക് തോന്നും. രൂപമുണ്ട്, ആകൃതിയില്ല. ഇനി അയാൾ പറയുകയാണ്, എന്തിനു പാത്രമാണല്ലോ, പാത്രം ഇല്ലാതെ വെള്ളം കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ സാധിക്കും. കുറച്ച് താമസം കൊണ്ടുവരും, ഞാനൊരു കുറച്ച് കഴിഞ്ഞ് കൊണ്ടുവരാം. അയാൾ എന്ത് ചെയ്തു, ഒരു റെഫ്രിജറേറ്ററിൽ ഫ്രീസറിൽ ഈ വെള്ളം കൊണ്ട് വെച്ചു. അത് കട്ടയായി അവിടെ പാത്രം ഇല്ലാതെ നമുക്ക് അത് പൂർണ്ണമായി മൂർത്ത ഭാവം. ഇനി ഇതേ വസ്തു അയാൾ നല്ലപോലെ ചൂടാക്കിയപ്പോഴോ ആവിയായി. ആവിയോ അതിന് സൂക്ഷ്മമായ രൂപമുണ്ട്, ഇല്ല എന്ന് പറഞ്ഞേക്കരുത്. ഒട്ടും ആകാരത്തില്ല. അപ്പോൾ ഈ വെള്ളത്തെയും ഈ ഐസ് കട്ടയെയും ഈ നീരാവിയെയും ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നത് ഒക്കെ ദ്രവ്യമാണ്. ശരിയല്ലേ? ഒന്ന് മൂർത്ത ഭാവത്തിലാണ്, മറ്റൊന്ന് അമൂർത്ത ഭാവത്തിലാണ്. അമൂർത്ത ഭാവത്തിലാണെങ്കിലും അത് മൂർത്തിയാണ്. മൂർത്ത ഭാവത്തിൽ മൂർത്തിയായിരിക്കുന്ന പോലെ അമൂർത്ത ഭാവത്തിലും അത് മൂർത്തിയാണ്. രൂപമാണ്. പഞ്ചഭൂതങ്ങളിൽ ആകാശം, വായു എന്ന് കഴിഞ്ഞാൽ പിന്നെ അഗ്നിയായി, ജലമായി പോകും. അഗ്നി മുതൽ രൂപമുണ്ട്. അഗ്നിക്കും ജലത്തിനും ഭൂമിക്കും രൂപമുണ്ട്. ആകാശത്തിനും വായുവിനും രൂപമില്ല. ശബ്ദം, സ്പർശം എന്നിവയോ. ആകാശമാകുമ്പോൾ ശബ്ദം മാത്രമേ ഉള്ളൂ. വായുവാകുമ്പോൾ ശബ്ദവും സ്പർശവും. അഗ്നിയാകുമ്പോൾ ശബ്ദവും സ്പർശവും രൂപവും. ജലമാകുമ്പോൾ ശബ്ദവും സ്പർശവും രൂപവും രസവും. ഭൂമിയാകുമ്പോൾ ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവും. നീരാവി അമൂർത്തമാണെങ്കിലും മൂർത്തിയാണ്. ഇത് നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇതം സർവം രൈഹി. ഇതെല്ലാം രയ്യാണ്. ഇതെല്ലാം രയ്യാണ്. രയ്യമായ മൂർത്തം ചാമൂർത്തം ച. മൂർത്തവും അമൂർത്തവും രയ്യാണ്. അതുകൊണ്ട് തസ്മാത്, അതുകൊണ്ട് മൂർത്തിരേവരൈഹി. മൂർത്തിയാണ് മൂർത്തി ഭാവത്തോടൊപ്പതാണ് രൈ എന്ന് പറയും. പെട്ടെന്ന് വിചാരിക്കുന്ന എളുപ്പമാണ്. അപ്പൊ ആദിത്യനെ പ്രാണനാമതോ. ഈ ഒരു കാഴ്ചയിൽ ഒരു കാൽപ്പനിക ദൃഷ്ടി നമുക്ക് പകർന്നില്ലാണ്. ഈ ഋഷിമാർന്നൊക്കെ പറഞ്ഞാൽ, വേദാന്തികൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാൽപ്പനികത ഇല്ലാത്തവരാണെന്ന് വിചാരിക്കുന്നത്. ചിലർ അങ്ങനെയാണ് വിചാരിച്ചത്. ഈ വേദാന്തികൾ എന്നൊക്കെ പറഞ്ഞാൽ തമാശയും പറയില്ല, ചിരിക്കുകയില്ല, ഒരു കാൽപ്പനികതയില്ല. ഇങ്ങനെ എന്തോ നിശ്ചേഷ്ട കാഷ്ടം പോലെ അങ്ങനെ പറഞ്ഞു. ജീവനില്ലാത്തൊരു അതുപോലെ ഇരിക്കുന്നവരെ വേദാന്തികൾ എന്ന് വിചാരിക്കുന്നത്. അത് വേദാന്തികളുമായി കണ്ടെത്താത്തോളാണ്. അവരേറ്റവും കാൽപ്പനികത ഉള്ളവരായിരിക്കും. ചില അങ്ങനെ വിചാരിച്ചു വെച്ചത്. ഈ കൂട്ടത്തിലൊക്കെ വിചാരിച്ചു ചെയ്യാനിരിക്കുക. പക്ഷെ പൊതുവെ സമൂഹത്തിനൊരു ധാരണ ഉണ്ട്. ചിരിക്കില്ല, തമാശ പറയില്ല, എന്താണ് വന്നത്. സിനിമയിലെ കണ്ടല്ലോ ഡയലോഗ്. അങ്ങനെയല്ല. ഏറ്റവും രസികന്മാർ, ഏറ്റവും സരസന്മാരായിരിക്കും. അവർ കാൽപ്പനിക ദൃഷ്ടിയുള്ളവരായിരിക്കും. അത് നമ്മൾ അടുക്കുമ്പോഴേ മനസ്സിലാക്കും.
ഇതെന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു കാൽപ്പനികതയെ കൽപ്പിക്കാം. എങ്ങനെ? ആദിത്യ ഉദയന്യ പ്രാചീർദിശം പ്രവിശതി തേന പ്രാച്യാൻ പ്രാണാൻ രശ്മിഷു സന്നിധത്തെ യദ്ദക്ഷിണാം യത്പ്രതീചിം യദുദീചിം യദധോ യദൂർധ്വം യദന്തരാദിശോ യത്സർവം പ്രകാശയതി തേന സർവാൻ പ്രാണാൻ രശ്മിഷു സന്നിധത്തെ. അഥാദിത്യ ഉദയന്യ പ്രാചീർദിശം പ്രവിശതി തേന പ്രാച്യാൻ പ്രാണാൻ രശ്മിഷു സന്നിധത്തെ യദ്ദക്ഷിണാം യത്പ്രതീചിം യദുദീചിം യദധോ യദൂർധ്വം യദന്തരാദിശോ യത്സർവം പ്രകാശയതി തേന സർവാൻ പ്രാണാൻ രശ്മിഷു സന്നിധത്തെ. അഥാദിത്യ ഉദയൻ യത് പ്രാചീർദിശം പ്രവിശതി തേന പ്രാച്യാൻ പ്രാണാൻ രശ്മിഷു സന്നിധത്തെ യദ്ദക്ഷിണാം യത്പ്രതീചിം യദുദീചിം യദധോ യദൂർധ്വം യദന്തരാദിശോ യത്സർവം പ്രകാശയതി തേന സർവാൻ പ്രാണാൻ രശ്മിഷു സന്നിധത്തെ. കൽപ്പനയാണ്. കാൽപ്പനിക ദൃഷ്ടി വേണം. നല്ല ശരിയാവും. ഇതും അടുത്ത മന്ത്രമൊക്കെ പഠിക്കുമ്പോൾ നല്ല കാൽപ്പനിക ദൃഷ്ടി വേണം. അഥ ആദിത്യ ഉദയൻ, അനന്തരം ആദിത്യൻ ഉദിക്കുന്ന ആദിത്യൻ. ആദിത്യൻ ഉദിക്കുന്നുണ്ടോ? അഭിപ്രായം. സൂര്യൻ ഉദിക്കുന്നുണ്ടോ? ഇല്ല. സൂര്യൻ ഉദിക്കുന്നില്ല, അസ്തമിക്കുന്നില്ല. എന്നാൽ ഒരിക്കലും ഇന്ത്യയെ സമയത്താണ് ഒരു സെക്കൻഡ് മാറില്ല. അപ്പൊ പാരമാർത്ഥികമായി സൂര്യൻ ഉദിക്കുന്നും അസ്തമിക്കുന്നും ഇല്ലെങ്കിലും നമ്മുടെ ദൃഷ്ടിയിൽ സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു. സൂര്യൻ സദായേന രൂപമായി നിൽക്കുകയാണ്. പക്ഷെ നമ്മുടെ ദൃഷ്ടിയിൽ ഉദിക്കുന്നു അസ്തമിക്കുന്നു. ഈ നമ്മുടെ ദൃഷ്ടിയിൽ ഇതുകൊണ്ടാണ് പറയുന്നത് അഥ ആദിത്യ ഉദയൻ, ഉദിക്കുന്നവനായ സൂര്യൻ യത് പ്രാചീർദിശം പ്രവിശതി, യാതൊരു കിഴക്കൻ ദിക്കിനെ പ്രവേശിക്കുന്നു. അപ്പൊ നമ്മൾ കാണുന്നത് സൂര്യൻ കിഴക്കുദിക്കുന്നതായിട്ടാണ്. പൂർണ്ണമായി കിഴക്കുന്നൊന്നും പറഞ്ഞേക്കരുത്. കിഴക്കാണ് സൂര്യൻ ഉദിക്കുന്നതെന്ന് പറഞ്ഞേക്കരുത്. ആകെ കൊല്ലത്തിൽ 2 ദിവസമേ ഉണ്ടാവും. ദക്ഷിണായന മധ്യത്തിലും ഉത്തരായന മധ്യത്തിലും മാത്രമേ ഉണ്ടാവും. മറ്റതൊക്കെ വടക്കോട്ട് യാത്ര, തെക്കോട്ട് യാത്ര, വടക്കോട്ട് യാത്ര, തെക്കോട്ട് യാത്ര, ഇതൊക്കെ പടക്കം പോക്കാവുന്നു. സൂര്യനാണോ പോണത്? സൂര്യനല്ല. അത് ഭൂമിയുടെ പ്രത്യേക ചെരിവ് കൊണ്ട് നമുക്ക് അങ്ങനെ അനുഭവപ്പെടുന്നതാണ്. അവിടെ നിൽക്കട്ടെ. എന്നാൽ നമ്മുടെ ദൃഷ്ടി പോകുമ്പോൾ എങ്കിലും നമ്മൾ പ്രായേണ ഒരു കിഴക്കൻ നിൽക്കുന്ന പറയാറില്ല. എവിടെയാണ് കിഴക്ക് ചോദിച്ചാൽ നമ്മൾ പറയും കിഴക്കതാണ്. അപ്പോൾ പറയാറില്ല. അപ്പൊ കിഴക്ക് സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരിക. നമ്മൾ മനസ്സ് കാണണം. എല്ലാം നിശ്ചലമായിരിക്കുന്ന ചുറ്റുപാട്. ഒരു ജീവരാശിയും നിലനിന്നില്ല. എല്ലാം നിശ്ചലമാണ്. അത് സൂര്യന്റെ ചെറിയ കിരണങ്ങള് കിഴക്ക് ഭാഗത്ത് പുറപ്പെടുകയും ഒരു ചുവപ്പ് വർണ്ണം വ്യാപിച്ചു. അരുണ കിരണങ്ങൾ പതുക്കെ പതുക്കെ സൂര്യൻ ഇങ്ങനെ മുങ്ങി വരിക. എന്താ ഈ സമയത്ത് സംഭവിക്കുന്നത്? കിഴക്ക് ഭാഗം ഊർജസ്വലമാണ്. പക്ഷികളൊക്കെ പറക്കാൻ തുടങ്ങി, ജന്തുക്കളൊക്കെ ഉണരാൻ തുടങ്ങി, പ്രകാശമാനമായി. ആ ഭാഗം മുഴുവൻ പ്രകാശമാനമായി. അപ്പോൾ
കവി പറഞ്ഞു, അവിടെ കവി ഋഷി എന്ന് പറഞ്ഞ കവിയാണ്. അപ്പൊ ഋഷി പറയുകയാണ്, ആ കിഴക്കുള്ള എല്ലാത്തിനെയും സൂര്യൻ പ്രാണവത്താക്കി. ഓ അപ്പൊ കിഴക്കുള്ള എല്ലാത്തിനെയും പ്രാണവത്താക്കി. അതാണ് പറഞ്ഞത്, ഉദിക്കുന്ന സൂര്യൻ കിഴക്കൻ ദിക്കിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ സൂര്യന്റെ പ്രാണനായി കിഴക്കുള്ള എല്ലാ പ്രാണങ്ങളെയും രശ്മികളിൽ സന്നിധാനം ചെയ്യിച്ചു. കിഴക്കുള്ള എല്ലാത്തിനെയും ഊർജ്ജസ്വലമാക്കി, എല്ലാത്തിനെയും. എങ്കിൽ ദക്ഷിണ തെക്കൻ ഭാഗത്തേക്ക് പോകുമ്പോൾ അതിനെ ഊർജ്ജസ്വലമാക്കുന്നു. പ്രതീചി പടിഞ്ഞാറ് ഭാഗത്ത് പോകുമ്പോൾ അതിനെ ഊർജ്ജസ്വലമാക്കുന്നു. ഉദീചി വടക്കൻ ഭാഗത്തെ ഊർജ്ജസ്വലമാക്കുന്നു. യഥോ താഴെയുള്ളതിനെ ഊർജ്ജസ്വലമാക്കുന്നു. ഊർധ്വം മുകളിലുള്ളതിനെ ഊർജ്ജസ്വലമാക്കുന്നു. യദന്തരാദിശ കോണദിക്കുകൾ. കോണദിക്കുകൾ എന്ന് പറയുമ്പോൾ കിഴക്ക് തെക്ക്, തെക്ക് പടിഞ്ഞാറ്, പടിഞ്ഞാറ് കിഴക്ക്, വടക്ക് കിഴക്ക്. ഇങ്ങനെ 10 ദിക്കുകളിലുള്ള സകലത്തിലെയും സൂര്യൻ പ്രകാശത്താക്കുന്നു, ചൈതന്യവത്താക്കുന്നു. അങ്ങനെ പ്രപഞ്ചം മുഴുവൻ ചുരുങ്ങിയ സമയം കൊണ്ട് പ്രകാശപൂർണമായി ചൈതന്യവത്തായി നമ്മൾ കാണുന്നു.